ഓം ശാന്തി. ബാബ ഡബിൾ ഭോജനം തരാണ്, 2 മുരളിയാണ്. ഒന്ന് കർമാതീത അവസ്ഥയെക്കുറിച്ച് പറയണ്ടേ ബാബ. കർമാതീത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ ധാരണകൾ, ജീവിത ധാരണകൾ എങ്ങനെയായിരിക്കും, കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കും. 2ാമത്തെ മുരളിയിലെ ബാബ ദാനവും പുണ്യവും തമ്മിലുള്ള വ്യത്യാസം പറയാം. എങ്ങനെയുള്ള കർമ്മമാണ് ദാനമാകുന്നത്, ഏതാണ് പുണ്യമായിട്ട് മാറുക. ഈ 2 വിശേഷ ധാരണകളാണ് ബാബ എന്ന് നൽകുന്നത്. കർമാതീത അവസ്ഥയും ദാനപുണ്യവും. 6-4-91 കർമാതീത സ്ഥിതിക്ക് നിശാനിയാണ്. കർമാതീത സ്ഥിതിയുടെ അടയാളങ്ങൾ. കർമാതീത സ്ഥിതിയുടെ ലക്ഷണങ്ങൾ. കർമാതീത സ്ഥിതിക്ക് സമീപ ആരഹേ ഹേ. ബാബ പറയണേ, നിങ്ങൾ സ്വയം നോക്കൂ. പറയാ ബാബ, ഞാൻ കർമാതീത അവസ്ഥയുടെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ? कर्म भी वृद्धि को प्राप्त होता रहता है. കാരണം കർമ്മങ്ങൾ ഓരോ ദിവസം കഴിയുന്നോറും ജീവിതയാത്രയിൽ നോക്കുകയാണെങ്കിൽ ഡേ ബൈ ഡേ കർമ്മങ്ങൾ കൂടി വരും. ലേക്കിൻ കർമാതീത അർത്ഥാത് കർമ്മ കെ കിസി ബന്ധൻ കെ സ്പർശ സേ ന്യാരെ. കർമ്മങ്ങളുടെ എണ്ണം എത്ര തന്നെ കൂടിയാലും കർമാതീത അവസ്ഥ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളെ സ്പർശിക്കുക പോലും ചെയ്യാതെ വേറിട്ടിരിക്കുക. ഈ അനുഭവം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. കർമ്മം കൂടുന്നതിനനുസരിച്ച് ഈ വേറിട്ട അവസ്ഥയും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ജैसे मुझे आत्मा ने शरीर द्वारा कर्म किया ना, അതായത് ഇങ്ങനെ ഫീൽ ചെയ്യണം, ആത്മാവായി ഞാൻ ഈ ശരീരത്തിലൂടെ കർമ്മം ചെയ്തു. അത്രത്തോളം വേറിട്ട അവസ്ഥ. ഞാൻ വേറെയാണ്, അല്ല, ഈ കർമ്മേന്ദ്രിയങ്ങൾ വേറെയാണ്. ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ആ ഒരു ഫീലിംഗ് നമുക്ക് ആന്തരികമായിട്ട് തോന്നണം എന്ന് പറയണ ബാബ. ന കാര്യക്കെ സ്പർശ കർണേക്ക ഓർ കർണേക്കെ ബാദ് ജോ റിസൾട്ട് ഹുയി ഹേ. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഒട്ടിപ്പിടുത്തവുമില്ല. ഇനി കർമ്മം ചെയ്തതിന് ശേഷം ചെയ്ത കർമ്മത്തിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് ചിന്തയുമില്ല. ബിൽക്കുൽ ഹി ന്യാരാപ്പൻ. 2ൽ നിന്നും തികച്ചും വേറിട്ട അനുഭവം. ജെസിക്ക് ദൂസരെ, അതായത് ബാബ പറയണേ, മറ്റാരോ, നമ്മളെങ്ങനെയാണോ മറ്റൊരാളുടെ കർമ്മത്തെ കാണുന്നത്, ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ മറ്റൊരാൾ ചെയ്തതുപോലെ എനിക്ക് തോന്നണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ. और मैंने किया, किसी ने कराया और मैं निमित्त बनी. ചെയ്യുമ്പോൾ എന്ത് ഫീൽ ചെയ്യും? കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ചെയ്യുന്നതെങ്കിലും മറ്റാരോ ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും വേറിട്ട അവസ്ഥ. അതായത് ഞാൻ ഈ കർമ്മത്തിന് നിമിത്തമായി എന്നുള്ള അത്രയധികം വേറിട്ട ഫീലിംഗ് ഉണ്ടാകും. ലേക്കിൻ നിമിത്ത് ബന്നേമേ ഭി ന്യാരാപ്പൻ. പക്ഷെ ഞാൻ നിമിത്തമായി ഇതിന് എന്നും ഒരു ഫീലിംഗ് ഇല്ല. മനസ്സിലായോ? ബാബ പറയണ കർമാതീത അവസ്ഥ, ഞാൻ ഇതിന് നിമിത്തമായി, അല്ലെ ബാബ എന്നെ ഇതിനെ നിമിത്തമാക്കിയെന്ന് പോലും ഇല്ല. ആ ഫീലിങ്ങിന് ഉപരി, അല്ലെങ്കിൽ ആ നിമിത്തത്തിൻ്റെതായ ഒരു അഹംഭാവം വരും. എനിക്കിതിന് നിമിത്തമാകാൻ കഴിഞ്ഞു എന്ന ആ ഒരു ഒട്ടിപ്പിടുത്തവും ഇല്ല. അതിനുമുപരി ऐसी कर्माതീത സ്ഥിതി बढ़ती जाती है. ഇപ്രകാരം നമ്മുടെ കർമാതീത അവസ്ഥ ഉയർന്നുകൊണ്ടിരിക്കും. ऐसा ഫീൽ होता है. ബാബ ചോദിക്കുന്ന കർമ്മക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഈ ഫീലിംഗ് ഉണ്ടാകാറുണ്ട്? ഡേ ബൈ ഡേ ഇപ്രകാരം എൻ്റെ കർമാതീത അവസ്ഥയുടെ സമീപത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാരഥികളുടെ സ്ഥിതി ബാബ പറയണേ, ഔറൂസെ ന്യാരി, മറ്റാത്മാക്കളിൽ നിന്ന് തികച്ചും വേറിട്ടതും വളരെ പ്രിയപ്പെട്ടതുമായ സ്പഷ്ടമായ അനുഭവമായിരിക്കും ഇത്.
जिसे ब्रह्मा बाबा स्पष्ट थे. ഈ സ്പഷ്ട അനുഭവം ബ്രഹ്മബാബയ്ക്ക് ഉണ്ടായിരുന്നു. അതേപോലെ നമ്പർ വാറായി താങ്കൾ നിമിത്താത്മാക്കൾക്കും ബാബ പറയണേ സാകാര സ്വരൂപത്തില് ഈ കർമാതീത അവസ്ഥയുടെ സ്പഷ്ടമായ അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കും. കർമാതീതം അർത്ഥം ന്യാര ഓർ പ്യാര, വേറിട്ടതും എന്നാൽ പ്രിയപ്പെട്ടതുമായ അവസ്ഥ. कर्म दूसरे भी करते हैं और आप ही करते हो. ബാബ പറയണേ മറ്റുള്ളവരും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, താങ്കളും കർമ്മം ചെയ്യുന്നുണ്ട്. ലേക്കിൻ പക്ഷെ അന്തരം എന്തായിരിക്കും? കർമാതീത അവസ്ഥ എന്ന് പറയുമ്പോൾ വ്യത്യാസം എന്തായിരിക്കും? ലേക്കിൻ ആപ്കെ കർമ്മ കർമ്മേ അന്തർ ഹൈ. മറ്റുള്ളവർ കർമ്മം ചെയ്യുന്നതും താങ്കളുടെ കർമ്മവും തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കും. ഏതിലായിരിക്കും വ്യത്യാസം? സ്ഥിതി മേ അന്തർ ഹൈ, സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് വ്യത്യാസം. മാനസിക അവസ്ഥയിൽ, മനോഭാവത്തിൽ വ്യത്യാസം, സ്ഥിതിയിൽ അന്തരം ഉണ്ടാവും. ജോ കുച്ച് പീതാ ഓർ ന്യാരാ ബൻ ഗയാ, എന്ത് ചെയ്തു കഴിഞ്ഞോ, എന്ത് കർമ്മങ്ങൾ കടന്നു പോയോ, അപ്പൊ പറയണേ തികച്ചും വേറിട്ട അനുഭവം കഴിഞ്ഞു. ന്യാര വേറിട്ട അവസ്ഥ. കഴിഞ്ഞു പോയ കർമ്മങ്ങളെ കുറിച്ച് പിന്നെ ചിന്തയോ ആവലാതിയോ ഇല്ല. ഞാൻ ചെയ്തു ഒന്നുമില്ല, ചെയ്ത് കഴിഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി റിസൾട്ടിനെ കുറിച്ചോ ഒന്നും തന്നെ യാതൊരു ആവലാതിയും ബേജാറും പരിഭ്രമവും ചിന്തകളുമില്ല. എന്ത് കർമ്മം കഴിഞ്ഞു അതിൽ നിന്ന് വേറിട്ടു. കർമ്മ കിയാ ഓർ വോ കർനെ കെ ബാദ്, കർമ്മം ചെയ്ത് കഴിയുമ്പോൾ ഈ അനുഭവം ഉണ്ടാകും. ജെസിക്ക് കുച്ച് കിയാ ഹി നഹി, ഞാനൊന്നും ചെയ്തിട്ടേ ഇല്ല. ഈ അവസ്ഥയുടെ പേരാണെന്ത്? എത്ര ഭരിച്ച ഉത്തരവാദിത്വം ചെയ്താലും ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന അനുഭവം. കരാനെ വാല കരാലിയ, പകരം എന്ത് ഫീൽ ചെയ്യും? ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയുടെ അനുഭവം ഉണ്ടാക്കും. ഹൽക്ക അപ്പൻ രഹേക, അത്ര തന്നെ ഭാരരഹിതമായ അവസ്ഥ. കർമ്മ കർത്തെ ബി, ബാബ പറഞ്ഞ ഭാരരഹിത അവസ്ഥ. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിനും അനുഭവപ്പെടും, മനസ്സ് ഭാരരഹിത. രണ്ടും ലൈറ്റ്. കർമ്മ റിസൾട്ട്, കർമ്മത്തിന്റെ റിസൾട്ട് മൻകുഖ്യാൻ, കർമ്മത്തിന്റെ ഫലം എന്താക്കും, റിസൾട്ട് എന്താക്കും, അതിലേക്കും പിടിച്ചു വലി ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയാണോ താങ്കൾക്ക്? ഓരോ കർമ്മത്തിലും ബാബ പറഞ്ഞ കർമ്മം ചെയ്യുമ്പോഴും കർമ്മം ചെയ്തതിന് ശേഷവും നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്? കർമ്മത്തിന്റെ റിസൾട്ട് എന്താവും? ഈ പിടിവലിയുണ്ടോ? എത്രത്തോളം കാര്യങ്ങൾ കൂടുന്നു? അടുത്ത മഹാവാക്യം ബാബയുടെ, കാര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഹൽക്ക പൻപി പെടുത്താ ചെയ്യുക. കൂടുതൽ കൂടുതൽ താങ്കൾ ലൈറ്റ് ആയിക്കൊണ്ടിരിക്കും. പൊതുവെ ദേഹബോധത്തിന്റെ ലോകത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? കർമ്മം കൂടുന്തോറും നമുക്ക് ഭാരം കൂടും. പക്ഷേ ബാബ പറയുന്ന ഒരു ബ്രാഹ്മൺ ലൈഫില് കർമ്മങ്ങൾ, ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും തോറും കൂടുതൽ കൂടുതൽ ലൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് എന്താ പറയുക? കർമാതീത അവസ്ഥ. കർമ്മം പിടിച്ച് വലിക്കില്ല, കർമ്മം പിടിച്ച് വലിക്കില്ല. ലേക്കിൻ മാലിക് ഹോക്കർ, പക്ഷെ യജമാന സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിമിത്ത് കർണേ വാലെ നിമിത്ത് ബൻകർ കർ രഹേ, നിമിത്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്യിപ്പിക്കുന്ന ആള് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിമിത്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ എപ്പോഴും ഫീൽ ചെയ്യും. ആത്മാക്കെ ഹൽക്കേപ്പൻ കി നിശാനി, ആത്മാവിന് ആ ഭാരരഹിതമായ സ്ഥിതിയുടെ അനുഭവം ഉണ്ടാക്കാം. ആത്മാക്കി ജോ വിശേഷ ശക്തിയാ ഹേ, ഏതാണ് ഭാരരഹിത അവസ്ഥയില് ബാബ പറയണ എന്താണ് ഭാരരഹിത അവസ്ഥ? അടുത്തത് ആത്മാവിന്റെ ഭാരരഹിത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ 3 വിശേഷ ശക്തികൾ. ഏതൊക്കെ? മനസ്സ്,
ബുദ്ധി, സംസ്കാരം, മൂന്നും ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. മനസ്സും ബുദ്ധിയും സംസ്കാരവും ഭാരരഹിതമാക്കും. സങ്കല്പം തികച്ചും ഭാരരഹിത സ്ഥിതി. മനസ്സിൻ്റെ ലൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ വിചാരങ്ങൾ വളരെയധികം ഭാരരഹിതമാക്കും. ബുദ്ധി, അടുത്തത് ബുദ്ധിയുടെ ലൈറ്റ്നെസ് എന്താണ്? ബുദ്ധിയുടെ നിർണയശക്തി. ബുദ്ധി ഭാരരഹിതാകുന്ന പറഞ്ഞാൽ വേഗം വേഗം നല്ല നല്ല നിർണയങ്ങൾ ചെയ്യാൻ കഴിയും. തീരുമാനം എടുക്കാൻ എന്ത് വരില്ല? സമയം എടുക്കില്ല, അധികം കൺഫ്യൂഷനും ഉണ്ടാവില്ല. എന്താകും എന്ത് ചെയ്യും? അവന് ബുദ്ധി നല്ല നിർണയങ്ങൾ വളരെ വേഗം ചെയ്യാൻ തുടങ്ങും. നിർണയം ചെയ്യുമ്പോഴും ബുദ്ധിക്ക് ഞാൻ നിർണയം ചെയ്തു എന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ഓർ കൊയ് ബി സംസ്കാരം. അടുത്തത് സംസ്കാരത്തിന്റെ ഭാരരഹിതാവസ്ഥ. അതായത് ഒരു പഴയ സംസ്കാരങ്ങളും നിങ്ങളെ പിടിച്ച് വലിക്കില്ല. അതിനെയാണ് എന്താ പറയാ? സംസ്കാര തലത്തിൽ ഭാരരഹിതരായിരിക്കുക. ഒരു പഴയ സംസ്കാരവും പിടിച്ച് വലിക്കില്ല. പകരം ബാബയുടെ സംസ്കാരം കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അച്ഛൻ്റെ സംസ്കാരം എന്താണോ അത് തന്നെ എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈശ്വരീയ സംസ്കാരം കാര്യത്തിൽ ഉപയോഗിക്കും. നമ്മുടെ പഴയ സംസ്കാരങ്ങൾ, ശരീരബോധത്തിൽ കിട്ടിയ സംസ്കാരങ്ങൾ പിടിച്ചു വലിക്കില്ല. ഈശ്വരീയ സംസ്കാരങ്ങൾ കാര്യങ്ങൾ ചെയ്യിക്കും. ഇപ്രകാരം മനസ്സ്, ബുദ്ധി, സംസ്കാരം, സൂക്ഷ്മമായ ഈ മൂന്ന് ശക്തികൾ മൂന്ന് തലങ്ങളിലും ലൈറ്റായിരിക്കും, ഭാരരഹിതമായിരിക്കും. ഈ അവസ്ഥയാണ് എന്താ പറയുന്നത്? കർമാതീത സ്ഥിതി. സ്വതഹി സബ്കെ ദിൽ സെ മുഖ സെ നികൽത്തെ ഹെ. ജैसे ബാബ പറയുന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറയും? എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നും വായിൽ നിന്നും വരും, ഹാ, ബാബയെ പോലെയുള്ള മക്കൾ, അച്ഛനെ പോലെയുള്ള മക്കൾ, ഭഗവാനെ പോലെ, ഈശ്വരനെ പോലെ എന്ന് നിങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങും. ന്യാരെ ഉറപ്പിയാരെ. കാരണം എന്താ? ഭഗവാനെ പോലെ എന്ന് പറയാൻ എന്താ കാരണം? സർവർക്കും പ്രിയപ്പെട്ടവര്, പക്ഷെ എല്ലാവരിൽ നിന്നും എല്ലാറ്റിൽ നിന്നും വേറിട്ട്, എവിടെ ഒട്ടിപ്പിടുത്തില്ല, എന്നാൽ എല്ലാവർക്കും പ്രിയങ്കരര്. ക്യോങ്കി സമയപ്രമാൺ ബാഹർ കാ വാതാവരൺ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴത്തെ സമയത്തിന്റെ അവസ്ഥ അനുസരിച്ച്, അവസ്ഥ പുറത്തെ സാഹചര്യങ്ങൾ, അന്തരീക്ഷം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ഭാരിച്ചതായിട്ട് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ വെയിറ്റ് അല്ലെ, ഭാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജിത്നാ ഹി ബാഹർ കാ വാതാവരൺ, പുറമേയുള്ള അന്തരീക്ഷം എത്ര ഭാരമേറിയതാകുന്നുവോ, ഉത്നാ ഹി അനന്യ ബച്ചോങ്കെ സങ്കല്പ കരം സംബന്ധ, അത്രത്തോളം നിങ്ങൾ എൻ്റെ മക്കളുടെ സങ്കല്പങ്ങളും പുറത്ത് ഭാരം കൂടുന്തോറും, എല്ലാവരുടെയും ഭാരം കൂടുമ്പോൾ താങ്കൾ കുട്ടികളുടെ സങ്കല്പം, കർമ്മം, ബന്ധങ്ങൾ, സംബന്ധങ്ങൾ കൂടുതൽ ലൈറ്റാക്കണം. പുറത്തുള്ളവരുടെ ഭാരം കൂടി വരിക. അവിടെ ഭാരം കൂടുന്നതിനനുസരിച്ച് താങ്കളുടെ ഭാരം കുറഞ്ഞ് വരണം. और इस लाइटनेस के कारण सारा कार्य लाइट चलता रहेगा. നിങ്ങളുടെ ഭാരം കുറഞ്ഞു വന്നാലേ ബാബ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റൂ? ലൈറ്റാക്കണം. നമ്മുടെ മനസ്സ് എത്രത്തോളം ഭാരരഹിതമാകുന്നു, മനസ്സ്, ബുദ്ധി, സംസ്കാരം, അപ്പം നമ്മളിലൂടെ ഉണ്ടാകുന്ന കർമ്മങ്ങൾ കൂടുതൽ ലൈറ്റാക്കും. വായുമണ്ഡലം തമോപ്രധാനമായത് കാരണം വിഭിന്ന തരങ്ങളിൽ ഇപ്പോൾ ഭാരം കൂടുകയാണ്. പ്രകൃതിയുടെയും ഭാരം കൂടുകയാണ്. 5 തത്വങ്ങൾക്ക്, മനുഷ്യാത്മാക്കളുടെ മനോഭാവത്തിലും ഭാരം കൂടുകയാണ്. അതിനാൽ താങ്കൾ കുട്ടികൾ ഭാരരഹിതരായി മറ്റുള്ളവരെയും പ്രകൃതിയെയും ഭാരരഹിതമാക്കണം. അച്ഛാ, സബ് ठीक चल रहा है ना? ബാബ കർമാതീത അവസ്ഥയെക്കുറിച്ച് ക്ലിയർ പിക്ചർ തന്നതിന് ശേഷം ബാബ ചോദിക്കിയ, മക്കള് എല്ലാവരും നന്നായിരിക്കുകയല്ലേ? കാരോബാർ കാ പ്രഭാവ് ആപ് ലോഗോങ്കി ഊപ്പർ നഹീ പഡ്താ. ബാബ ചോദിക്കണേ, നിങ്ങൾ ചെയ്യുന്ന കാര്യവ്യവഹാരങ്ങളുടെ ഭാരം നിങ്ങളുടെ മേലെ അതിൻ്റെ പ്രഭാവമൊന്നുമില്ലല്ലോ.
ചെയ്യുന്ന കർമ്മങ്ങളുടെയൊന്നും ബാബ പറയണേ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ മേലെ ഇല്ലല്ലോ. ലേക്കിൻ ആപ്കാ പ്രഭാവ് കാരോബാർ पर पड़ता है. ബാബ പറയണേ എങ്ങനെ ഇരിക്കണം? കർമ്മങ്ങളുടെയോ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളുടെയോ പ്രഭാവം താങ്കളുടെ മേലുണ്ടാകരുത്. പകരം താങ്കളുടെ പ്രഭാവം കാര്യങ്ങളിലുണ്ടാകും. ഈ ഫാനിന്റെ സ്പീഡ് ഇത്തിരി കുറയ്ക്കും. ജോ കുച്ച് ഭി കർത്തേ ഹോ സുൻതേ ഹോ, നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുന്നു ഒരു പോയിന്റ് കുറയ്ക്കും. എന്ത് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നു കേൾക്കുന്നുവോ ആപ്കെ ഹൽക്കേപ്പൻ കി സ്ഥിതി കാ പ്രഭാവ്, താങ്കളുടെ ഭാരരഹിത സ്ഥിതിയുടെ പ്രഭാവം കാര്യത്തിലുണ്ടാകും. കാര്യങ്ങളുടെ പ്രഭാവം താങ്കളുടെ മേലെ ഉണ്ടാകരുത്. താങ്കൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രഭാവം താങ്കളുടെ മേലെ ഉണ്ടാകരുത്. താങ്കളുടെ അവസ്ഥയുടെ പ്രഭാവം കാര്യങ്ങളുടെ മേലെ ഉണ്ടാകും. तो कार्य की हलचल का प्रभाव आप लोगों के ऊपर नहीं आता है. ചുറ്റുപാട് എന്ത് നടന്നാലും ആ ഇളക്കങ്ങളുടെ പ്രഭാവം താങ്കളുടെ മേലെ ഉണ്ടാക്കരുത്. कार्य की हलचल का प्रभाव आप लोगों के ऊपर नहीं. अजल स्थिति कार्य को भी अजल बना देती है. താങ്കളുടെ സ്ഥിതി അജഞ്ചലമാക്കുമ്പോൾ ബാബ പറയണേ കാര്യങ്ങളും എന്തായിട്ട് മാറും? ചുറ്റുപാട് എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു ചുറ്റുപാടിലും അജഞ്ചല സ്ഥിതി ഉണ്ടാക്കുന്ന പറയാ ബാബ. ഇളക്കങ്ങൾ കുറയാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം ഒരു വരദാനം ബാബയുടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ അജഞ്ചല സ്ഥിതിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അജഞ്ചല സ്ഥിതി കാരണം നിങ്ങളുടെ ഉള്ളിൽ സർവരെയും പ്രതി ശുഭസങ്കല്പം ശുഭാവന വരും. സർവരും അജഞ്ചലരായി മാറട്ടെ. ആരുടെയൊക്കെ മനസ്സുകൾ അല്ലെ ഇളകുന്നു, ഒലയുന്നു, അശാന്തി അനുഭവിച്ചുകൊണ്ടിരിക്കണോ, എല്ലാവരുടെയും മനസ്സ് അജഞ്ചലമാകട്ടെ എന്ന ശുഭാവന നാച്ചുറലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും. तो सब रीति से असंभव कार्य संभव और सहज हो रहे हैं और होते रहेंगे. അടുത്തത് ബാബ പറയണേ. അടുത്തത് എന്താണ്? എല്ലാ കാര്യങ്ങളും അസംഭവ്യം എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും സംഭവ്യമായിട്ട് മാറും. എത്രത്തോളം നിങ്ങൾ ലൈറ്റ് ആകുന്നു അത്രത്തോളം അസംഭവ്യ കാര്യങ്ങൾ സംഭവ്യമാകും, സഹജമാകും. അച്ഛാ, ഇതായിരുന്നു ബാബയുടെ ഒരു മുരളി. ഇനി സെക്കൻഡ് മുരളി. ഈ മുരളി 10-ാം തീയതിയിലത്തെ ആദ്യം നമ്മൾ കേട്ടത് 6-ൻ്റെ. അതിനുശേഷം ബാബ 4 ദിവസത്തിനുള്ളിൽ വീണ്ടും ബാബയുടെ അവതരണം ഉണ്ടായിരുന്നു. 10-4-91. दिल तख्तनिशिन और विश्व तख्तनिशिन बनने के लिए सुख दो और सुख लो. ഹൃദയസിംഹാസനധാരികളും വിശ്വസിംഹാസനധാരികളുമാകുന്നതിന് സുഖം കൊടുക്കൂ, സുഖം എടുക്കൂ. സുഖം കൊടുക്കൂ, സുഖം എടുക്കൂ. ഇന്ന് വിശ്വത്തിൻ്റെ യജമാനൻ തൻ്റെ ബാലകരും യജമാനന്മാരുമായ മക്കളെ കാണുകയായിരുന്നു. എല്ലാ കുട്ടികളും ഈ സമയത്ത് സ്വയത്തിൻ്റെ യജമാനന്മാരാണ്. അനേക ജന്മം വിശ്വത്തിൻ്റെ യജമാനന്മാരായിരുന്നു. പരമാത്മ ബാലക് മാലിക് ബൻ ജാത്തെ ഹൈ. പരമാത്മാവിൻ്റെ മക്കളാണ്, പക്ഷേ സ്വയത്തിൻ്റെ യജമാനന്മാർ, വിശ്വത്തിൻ്റെ യജമാനന്മാർ. ബ്രാഹ്മണാത്മാക്കളർത്ഥം യജമാനന്മാരായ കുട്ടികൾ. അറേബ്യക്ക് എന്ന് പറയുള്ളൂ. ബാബ പറയണേ അല്ലെ, സ്വരാജ്യ അധികാരി കുട്ടികളുടെ പേരാണ് BK. സ്വന്തം രാജ്യത്തില് സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ രാജാപ്പവർ. ഈ സമയം സർവകർമ്മേന്ദ്രിയ യജമാനനർത്ഥം സർവകർമ്മേന്ദ്രിയങ്ങളുടെ മേലെയും യജമാനൻ. അധീന ആത്മാക്കളല്ല. അധികാരി അർത്ഥം യജമാനൻ. കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരികളുടെ പേരാണ് യജമാനന്മാരായ മക്കൾ. കർമ്മേന്ദ്രിയങ്ങൾക്ക് വശീഭൂതരല്ല, ഒരിന്ദ്രിയങ്ങൾക്കും അടിമയല്ല. ഇസ്ലേ ബാലക്. അതുകൊണ്ടാണ് ബാബ ഇത് പേര് തരുന്നത്. ഇത് പേര് ബാലക് സോ മാലിക്. യജമാനനിൽ നിന്ന് കുട്ടി.
കുട്ടിയും യജമാനനും. ബാലക്പൻ കാ ഭി ഈശ്വരീയ നശ അനുഭവ കർത്തേ ഹോ. ബാബ ചോദിക്കുന്നത്, കുട്ടി എന്ന ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്, ഈശ്വരന്റെ സന്താനമാണെന്ന ഈശ്വരീയ ലഹരി അനുഭവമാകുന്നുണ്ടോ? സ്വരാജ്യത്തിൻ്റെ യജമാനന്മാരാണെന്ന ലഹരി. സ്വരാജ്യത്തിൻ്റെ യജമാനന്മാരാണെന്ന ലഹരി. ഡബിൾ നശ ഹേ. ബാബ പറയുന്നത് 2 ലഹരി ഉണ്ടാകും. ഏതൊക്കെ? ബാബയുടെ കുട്ടിയാണെന്ന ലഹരിയും ഈശ്വരന്റെ സന്താനമാണെന്ന ലഹരിയും സ്വരാജ്യത്തിൻ്റെ അധികാരിയാണെന്ന ലഹരി. നശയ്ക്ക് നിശാനി. നീ ബാബ ചോദിക്കണേ, ഈ ലഹരിയുടെ അടയാളം എന്താണ്? ലഹരിയുടെ അടയാളം എന്താണ്? ബാബ എപ്പോഴും പറയില്ലേ, നശ നശ. ലഹരി ഉണ്ടെങ്കിൽ ഖുഷി ഉണ്ടാവും. നശയ്ക്ക് നിശാനി ഹേ അവിനാശി റൂഹാനി ഖുഷി. അവിനാശിയായ ആത്മീയ സന്തോഷം. ഇതാണ് ആത്മീയമായ ലഹരിയുടെ അടയാളം. സദാ അപ്നേക്കോ വിശ്വമേ കുശ് നസീബ് ആത്മായെ സമജ്തേ ഹോ. ബാബച്ചിക്കിന് ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള സൗഭാഗ്യശാലിയായ ആത്മാവാണ് ഞാനെന്ന് താങ്കൾ അനുഭവം ചെയ്യുന്നുണ്ടോ? ആഹാ എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം. ബാബ പറയണേ, എൻ്റെ ശ്രേഷ്ഠ സൗഭാഗ്യം. ഇത്രയധികം സന്തോഷത്തിൻ്റെ സൗഭാഗ്യം അനുഭവപ്പെടുന്നുണ്ടോ? സദാ സന്തോഷത്തിൻ്റെ ടോണിക് കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? സാത് സാത്. ഒപ്പം സദാ സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്കും സന്തോഷത്തിൻ്റെ മഹാദാനം ചെയ്ത് സന്തോഷത്തിൻ്റെ സൗഭാഗ്യവാന്മാരായി സർവരെയും മാറ്റുന്നുണ്ടോ? ഇത്രയും അമൂല്യ വജ്രതുല്യ ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നവരല്ലേ നിങ്ങളായിത്തീർന്നു? അതോ ഇനി ആകണമോ? ब्राह्मण जीवन का अर्थ ही है खुशी में रहना, खुशी का खुराक खाना और खुशी के झूले में रहना. ആരാണ് ബ്രാഹ്മണൻ? ബ്രാഹ്മണ ജീവിതമർത്ഥം സന്തോഷത്തിൽ ജീവിക്കുക, സന്തോഷത്തിൻ്റെ ടോണിക്ക് കഴിക്കുക, സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുക. അവരുടെ പേരാണ് പിക്കെ. അങ്ങനെയുള്ള ബ്രാഹ്മണരല്ലേ? സിവായ് ഖുഷിക്ക് ഓർ ജീവൻ ഹി ക്യാ. സന്തോഷമില്ലെങ്കിൽ ബ്രാഹ്മണ ജീവിതം തന്നെ എന്താ? ജീവിതം എന്നാൽ സന്തോഷം. സന്തോഷത്തോടെ ജീവിക്കുകയെങ്കിൽ ബാബ പറയണ എന്ത് പറയാം? ബ്രാഹ്മണ ജീവിതമാണ്. ഖുഷി നഹി തോ ബാബ പറയണ സന്തോഷമില്ലെങ്കിൽ താങ്കളുടെ ജീവിതം ബ്രാഹ്മണ ജീവിതമെന്ന് പറയും. ഖുഷ് രഹ്നാ ഹേ. കാരണം സദാ സന്തോഷത്തിലിരിക്കാനുള്ള ജീവിത കലയാണ് ബാബ നിങ്ങളെ പഠിപ്പിക്കും. സാഹചര്യം എന്താണെങ്കിലും സന്തോഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ആർട്ട്, കലയാണ് ഭഗവാൻ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആജ് ബാപ് ദാദാ സർവ ബച്ചോं का पुण्य का खाता देख रहे थे. ബാപ്ദാദ ഇന്ന് മക്കളുടെ എല്ലാവരുടെയും പുണ്യത്തിൻ്റെ കണക്ക് നോക്കുകയായിരുന്നു. പുണ്യത്തിൻ്റെ ശേഖരണം നോക്കുകയായിരുന്നു. ക്യോങ്കി ആപ് സഭി പുണ്യാത്മായേ ഹോ. താങ്കളെല്ലാവരും പുണ്യാത്മാക്കളല്ലേ? പുണ്യത്തിൻ്റെ ശേഖരണം അനേക ജന്മങ്ങളിലേക്ക് ശേഖരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഒരു മുഴുവൻ ദിവസത്തിൽ താങ്കൾ എത്ര പുണ്യം ശേഖരിക്കുന്നുണ്ട്? എത്ര പുണ്യം ശേഖരിക്കുന്നുണ്ട്? ഇത് സ്വയം പരിശോധിക്കാൻ കഴിയുമോ? ഇന്നത്തെ ദിവസം ഞാൻ എത്ര പുണ്യം ശേഖരിച്ചുവെന്ന് ബാബച്ചിക്കിനെ ഡെയിലി താങ്കൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഇനി ബാബ ചെക്ക് ചെയ്യാനുള്ള അളവുകോല് പറഞ്ഞുതരാൻ. ഒന്നുണ്ട് ദാനം, രണ്ടാമത്തേത് പുണ്യം.
ദാൻ സെ ഭി പുണ്യ കാ സ്യാദ മഹത്വ ഹെ. ദാനത്തെക്കാളും മഹത്വം പുണ്യത്തിനാണ്. പുണ്യകർമ്മം നിസ്വാർത്ഥ സേവാ ഭാവമുള്ള കർമ്മം. നിസ്വാർത്ഥ സേവാ ഭാവത്തോടെ ചെയ്യുന്ന കർമ്മത്തിന്റെ പേരാണ്. ദാനം കൊടുത്തിട്ട് ഞാൻ ദാനം ചെയ്തു എന്നുള്ള ഭാവം വന്നാൽ അത് പുണ്യത്തിൽ പോവില്ല. ദാനം കൊടുത്തിട്ട് 10 പേര് അറിയണമെന്ന ഭാവം എനിക്ക് വന്നാലും അതൊരിക്കലും പുണ്യാകില്ല. അതാ പറഞ്ഞ ബാബ, ദാനം വേറെ പുണ്യം വേറെ. ഏതേ പുണ്യത്തിൽ വരുള്ളൂ? നിസ്വാർത്ഥ സേവാഭാവത്തോടെ ചെയ്യുന്ന കർമ്മത്തെയാണ് പുണ്യകർമ്മത്തിന്റെ ശേഖരണത്തിൽ വരുള്ളൂ. അടുത്ത മഹാവാക്യം, പുണ്യകർമ്മം ഒരിക്കലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കില്ല. ഷോയ്ക്ക് ചെയ്യുന്നതിനെ ഒരിക്കലും പുണ്യകർമ്മമെന്ന് പറയില്ല. ലേക്കിൻ ദിൽ സെ ഹോത്താ ഹെ, ഉള്ളുകൊണ്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? പുണ്യം. ദാൻ ദിഖാവ ഭി ഹോത്താ ഹെ, ദാനം എന്ത് ചെയ്യാം? കാണിക്കാൻ വേണ്ടിയും ചെയ്യാം. കാണിക്കാൻ വേണ്ടിയും ചെയ്യാം. ദിൽ സെ ഭി ഹോത്താ ഹെ, ഉള്ളുകൊണ്ടും ചെയ്യാം. 2 തരത്തിലും ദാനം ചെയ്യുന്നവരുണ്ട്. ഉള്ളുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, എല്ലാവരെയും അറിയിക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതുമുണ്ട് ദാനം. പുണ്യമെന്ന് പക്ഷെ എന്തിനെ പറയുള്ളൂ? പുണ്യമെന്ന് പറയണമെങ്കിൽ അടുത്ത മഹാവാക്യം. നേരത്തെ എന്ത് പറഞ്ഞു? പുണ്യത്തിന്റെ പരിഭാഷ ഉള്ളുകൊണ്ട് ചെയ്യണം, നിസ്വാർത്ഥ സേവാഭാവത്തോടെ ചെയ്യണം. ഇനി 3ാമത്തെ പരിഭാഷ പറയാണ് ബാബ, പുണ്യകർമ്മമർത്ഥം അവശ്യ സമയത്ത്, അത്യന്താപേക്ഷിതമായ സമയത്ത് ഒരാത്മാവിന് സഹയോഗം നൽകുക. അഥവാ അത്യന്താപേക്ഷിതമായ സമയത്ത്, അവശ്യ സമയത്ത് കാര്യത്തിൽ ഉപയോഗപ്പെടുക. അതിന്റെ പേരാണ് പുണ്യകർമ്മ കർണേ വാലി ആത്മാക്കോ. പുണ്യകർമ്മം ചെയ്യുന്ന ആത്മാക്കൾക്ക് അനേകാത്മാക്കളിൽ നിന്ന് ദിൽ കി ദുആയും പ്രാപ്ത ഹോത്തി ഹെ, ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദം പ്രാപ്തമായിക്കൊണ്ടിരിക്കും. വായിക്കൊണ്ട് ശുക്രിയ താങ്ക്സ് എന്ന് പറയലല്ല, പിന്നെയോ ഹൃദയത്തിൽ നിന്ന് ആശീർവാദം ഗുപ്തമായി പ്രാപ്തമായി ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. പുണ്യമാണെങ്കിൽ ഗുപ്ത ആശീർവാദം ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. പുണ്യാത്മാ പരമാത്മദുവ, പരമാത്മാവിൻ്റെയും ആശീർവാദം നേടിക്കൊണ്ടിരിക്കും, ആത്മാക്കളുടെയും ആശീർവാദം നേടി, ഈശ്വരനിൽ നിന്നും ആത്മാക്കളിൽ നിന്നും. ഇസ് പ്രാപ്തുഹിയെ ഫൽസേ, ഈ 2 തരത്തിലും പ്രാപ്തമാകുന്ന ഫലങ്ങളാൽ നിറഞ്ഞിരിക്കും. പുണ്യാത്മാവിൻ്റെ അടുത്തത്, പുണ്യാത്മാവിൻ്റെ മനോവൃത്തി, ദൃഷ്ടി. ഔറും को भी दुआएं अनुभव कराती है. പുണ്യാത്മാവ് തൻ്റെ ദൃഷ്ടിവൃത്തിയിലൂടെ എന്ത് ചെയ്യും? മറ്റാത്മാക്കൾക്കും ആശീർവാദം കൊടുത്തുകൊണ്ടിരിക്കും. ആശീർവാദം നിറച്ചുകൊണ്ടിരിക്കും, പുണ്യാത്മാവിന് കിട്ടിക്കൊണ്ടിരിക്കും. പുണ്യാത്മാ തൻ്റെ ദൃഷ്ടിവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ആശീർവാദം കൊടുത്തുകൊണ്ടിരിക്കും. പുണ്യാത്മാവിൻ്റെ മുഖത്ത് സദാ പ്രസന്നതയും സന്തുഷ്ടതയുടെയും തിളക്കമുണ്ട്. തൃപ്തിയുടെ തിളക്കുണ്ടോ? സന്തോഷത്തിന്റെ തിളക്കുണ്ടാവും. അടുത്തത്, പുണ്യാത്മാ സദാ പ്രാപ്തമായ ഫലങ്ങൾ കാരണം അഭിമാനബോധത്തിനും അപമാനബോധത്തിനും ഉപരിയായിരിക്കും. അഭിമാനബോധവും ഇല്ല, അപമാനബോധവും ഇല്ല, രണ്ടിനും ഉപരിയായിരിക്കും. കാരണം അത്രയും നല്ല ശേഖരണം ഉള്ളത് കൊണ്ട്, പുണ്യത്തിൻ്റെ ശേഖരണം ഡെപ്പോസിറ്റ് ഉള്ളത് കാരണം അല്ലേ, തനിക്ക് ഇത്രയൊക്കെ പുണ്യം ശേഖരിക്കാൻ കഴിഞ്ഞു, അല്ലെ ഞാൻ പുണ്യം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഭിമാനവുമില്ല. ഇനി ആരെങ്കിലും അപമാനിച്ചു എന്ന് വിചാരിച്ച്, ആരപമാനിച്ചാലും അതിൻ്റെ പേരിൽ അപമാന ഫീലിങ്ങും ഇല്ല. അതായിരുന്നല്ലോ ബ്രഹ്മബാബയിലും മമ്മയിലും ദാദിജിമാരിലും നമ്മൾ കണ്ടത്. ത്രൂ ഔട്ട് ലൈഫ് അല്ലേ, നമ്മൾ നോക്കുകയാണെങ്കിൽ ബാബ മമ്മ ദാദിമാർക്ക് കൂടുതൽ കാലഘട്ടവും അല്ലേ ഈ അപമാനത്തിൻ്റെ എല്ലാം ഏതെല്ലാം ഘട്ടങ്ങൾ താണ്ടി പോയിട്ടുണ്ട്.
ജാനകി ദാദിയുടെ കൂടെയുള്ള സിസ്റ്റേഴ്സ് ദീദിമാരൊക്കെ പറയും, വിദേശത്തേക്ക് ഇത്രയും കാലത്തെ സേവനങ്ങളിൽ എന്തെല്ലാം ദാദി ഫേസ് ചെയ്തു. പക്ഷേ ഒരു തരത്തിലുള്ള അഭിമാനബോധവും, കാരണം പുണ്യാത്മാവിൻ്റെ അത്ര വലിയ ഡെപ്പോസിറ്റാണ് പറയുന്നത് ബാബ. അതുകൊണ്ട് അഭിമാനബോധവുമില്ല, എന്നെ അപമാനിച്ചു എന്നുള്ള ബാഡ് ഫീലിംഗ് ഇല്ല. അതിന് രണ്ടിനും ഉപരി ക്യോങ്കി വോ, കാരണം എന്താ കാരണം നോക്കൂ അടുത്ത ബാബയുടെ മഹാവാക്യം, ക്യോങ്കി വോ ഫർപൂർ ബാദ്ശാ ഹേ. കാരണം പുണ്യാത്മാവ് സ്വയം നിറഞ്ഞ ചക്രവർത്തിയാണ്. അവർക്ക് ആരെങ്കിലും പ്രശംസിച്ച സന്തോഷം അല്ലെങ്കിൽ അപമാനിച്ച ദുഃഖം ഈ അവസ്ഥയൊന്നുമില്ല. സ്വയം ചക്രവർത്തിയാ, സ്വന്തം നിലയിൽ നിറഞ്ഞിരിക്കുക. ഇനി ഒരാൾ അപമാനിച്ചു എന്ന് പറഞ്ഞ് തൻ്റെ സന്തോഷം പോകുകയോ അല്ലെ ബാഡ് ഫീലിംഗ് ഉണ്ടാകുമോ, നിരാശയും സങ്കടവും കരച്ചിലും ഒന്നുമില്ല പറയാ ബാബ. സ്വയം നിറഞ്ഞ ചക്രവർത്തി, ആരെങ്കിലും നിറച്ചിട്ട് വേണം എനിക്കിനി സന്തോഷിക്കാൻ എന്നുള്ള അവസ്ഥയല്ല. സ്വന്തം സുമാനത്തിൽ ഇരിക്കുകയാണ്. അഭിമാൻ और अपमान से बेफिक्र बादशाह. അഭിമാനം അപമാനം ഈ രണ്ട് ബാഡ് ഫീലിങ്ങിനും ഉപരിയായ ചിന്തയില്ലാത്ത ചക്രവർത്തിയാണ്. पुण्यात्मा पुण्य की शक्ति द्वारा स्वयं के हर संकल्प, हर समय की हलचल को, हर कर्म को सफल करने वाले होते हैं. പുണ്യാത്മാവ് പുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് തൻ്റെ ഓരോ സങ്കല്പവും ഓരോ നിമിഷത്തിലും ഇളക്കങ്ങളുടെ സാഹചര്യത്തിലും ഓരോ കർമ്മത്തിലും സഫലത അനുഭവിക്കും. എത്ര തന്നെ പിടിച്ചു കുലുക്കാനുള്ള ഇളക്കാനുള്ള സാഹചര്യങ്ങൾ നാല് ഭാഗത്തുനിന്ന് വരുന്ന സമയത്തും ബാബനൊരു പുണ്യാത്മാവ് സ്വയം തൻ്റെ കർമ്മങ്ങളിലൂടെ സഫലയാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇളക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഇളകില്ലേ? ഇളക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഇളകില്ലേ? പുണ്യക്കാ കഥ ജമാഹേ. എന്താ കാരണം? അത്രയധികം പുണ്യത്തിൻ്റെ ശേഖരണം ഉണ്ട്. ഒന്ന് സ്വന്തം ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ, നിസ്വാർത്ഥ കർമ്മത്തിൻ്റെ ഡെപ്പോസിറ്റ് നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ പരമാത്മാവിൽ നിന്നും ആത്മാക്കളിൽ നിന്നും കിട്ടുന്ന ആശീർവാദത്തിൻ്റെ ശേഖരണത്തിൻ്റെ ബലം കാരണം ബാബ പറയുന്ന ഒരു പുണ്യാത്മാവ് സങ്കല്പതലത്തിൽ പോലും ഇളകില്ല പറയാ ബാബ. അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, അല്ലെ എനിക്ക് തന്നെ എന്താ ഇങ്ങനെ, എനിക്കിത് ക്രോസ് ചെയ്യേണ്ടി വരുന്നുവല്ലോ. അപ്പം പറയണ ഇങ്ങനെയുള്ള യാതൊരു സങ്കല്പവും ഉണ്ടാവില്ല. കാരണം ഡ്രാമ ക്ലിയറാണ്, ജ്ഞാനം സ്പഷ്ടമാണ്, അതുപോലെ സ്വന്തം കർമ്മഗതിയും വ്യക്തമാണ്. ബാബ പറയണേ ഇവിടെ യാതൊരു തരത്തിലുള്ള ഇളക്കവും ഉണ്ടാകില്ല. ജമാക്കി നിശാനി വ്യർത്ഥക്കി സമാപ്തി. ബാബ പറയണ ശേഖരണത്തിൻ്റെ അടയാളമാണ് വ്യർത്ഥം സ്റ്റോപ്പ്. അവർക്ക് ഒരു വ്യർത്ഥ ചിന്തയുണ്ടാവില്ല. അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, എന്നാലും എനിക്കിങ്ങനെ, ഞാൻ ബാബയുടെ ഇത്രയും നല്ല കുട്ടിയായിട്ട് ഇത്രയും നല്ല സേവയൊക്കെ ചെയ്തിട്ടും എനിക്കിങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ, എന്നാലും എനിക്ക് എന്താ ഇങ്ങനെ. അവന് ഒരു വ്യർത്ഥ സങ്കല്പമില്ല. നോ വേസ്റ്റ് തോട്ട്. കാരണം എന്താ? എന്തുകൊണ്ടെന്നാൽ ബാബ സ്വന്തം സുമാനത്തിലും അല്ലേ സ്വന്തം ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ ശേഖരണത്തിലും ചെയ്യിപ്പിക്കുന്ന ബാബയിലും നിശ്ചയം വെച്ച് മുന്നോട്ട് പോകാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഐസി പുണ്യാത്മ വിശ്വരാജ്യക്കെ തക്തനിഷൻ ബാന്തി. അങ്ങനെയുള്ള പുണ്യാത്മാവ് ബാബ പറയണേ വിശ്വരാജ്യ അധികാരിയാണ്. വെറുതെ രാജാവാകാൻ പറ്റില്ലല്ലോ. രാജാവാകണമെങ്കിലെല്ലാം അല്ലേ ഫേസ് ചെയ്ത് ഇളകാതെ മുന്നോട്ട് പോകുമ്പോഴല്ലേ അല്ലേ രാജാ പദവി കിട്ടുള്ളൂ. अपने खाते को चेक करो कि ऐसे पुण्यात्मा कहाँ तक बने हैं. അതുകൊണ്ട് സ്വന്തം ശേഖരണം പരിശോധിക്കും. ഇങ്ങനെയുള്ള പുണ്യാത്മാവായി ഞാൻ എത്രത്തോളം മാറി? പുണ്യാത്മാവല്ലേ എല്ലാവരും എന്ന് ബാബ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ഹാഞ്ചി പറയും. പക്ഷേ ബാബ പറയണേ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കൂ, നിങ്ങൾ പുണ്യാത്മാവല്ലേ എന്ന്. അല്ലാതെ വെറുതെ ബാബ ചോദിക്കുമ്പോൾ ജി ബാബ ഞാനും പുണ്യാത്മാവാണ്, ബാബുവിനെ വെറുതെ പറയരുത്. നിങ്ങളെല്ലാവരും നമ്പർ വാറാണ് അല്ലേ? സത്യത്രൈതേകത്തില് ബാബ പറയണേ വിശ്വക്കെ തക്കത്ത് പർ, വിശ്വരാജ്യം ഭരിക്കണ ബാബ പറയണേ ഭരണചക്രം തിരിക്കുന്നവരായിരിക്കും. ബാബന്റെ ഭരണചക്രം എല്ലാവരുടെയും കയ്യിൽ പോവില്ലല്ലോ.
കഴിഞ്ഞ ഒരു ദിവസം മുരളിയിൽ പറഞ്ഞില്ലേ ബാബ, റോയൽ ഫാമിലിയിൽ നിറയെ പേരുണ്ടാവും, രാജകുടുംബങ്ങളിൽ. പക്ഷെ രാജകുടുംബങ്ങളിൽ 100 പേരുണ്ടായാലല്ലേ 1000 പേര് റോയൽ ഫാമിലിയിലുണ്ട്, പിന്നെ 1000 പേരും സിംഹാസനത്തിൽ ഇരിക്കില്ലല്ലോ. അറ്റ് എ ടൈം രാജ്യം ഭരിക്കുന്നത് ഒരു രാജാറാണിയായിരിക്കും. ആ 100-ൽ നിന്ന് അല്ലെങ്കിൽ 1000-ൽ നിന്ന് ആ ഒരാൾ 2 എങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്നു? ബാബ അതാ ചോദിക്കണം. സത്യത്രേദേഹത്തില് വിശ്വരാജ്യ സിംഹാസനത്തിൽ ആരിയ്ക്കും? എല്ലാവരും കൂടെ ബാബച്ചിക്ക് എന്താ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറിയിരിക്കോ? എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ, സിംഹാസനം എല്ലാവർക്കും ഇല്ല. നമ്പർ വാറല്ലേ മക്കള്. എന്തുകൊണ്ട് നമ്പർ? കാരണം എന്താണ്? വിശേഷ കാര്യം ബാബ്ദാദ മക്കളിൽ ചെക്ക് ചെയ്ത് പറയുകയായിരുന്നു. ഓർ വഹി ബാത്, പിന്നെ ഞാൻ ഇപ്പോൾ പരിശോധിച്ച് പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇത് തന്നെയാണ് നമ്പർ 1 ആകുന്നതിൽ തടസ്സമുണ്ടാക്കണം. അഭി തപസ്യ വർഷമേ, ബാബ പറയുന്നത് തപസ്യ വർഷമാണ്. ലക്ഷ്യം വയ്ക്കൂ. ഈ വർഷം എനിക്ക് ലക്ഷ്യത്തിൽ സമ്പൂർണതയിലെത്തണമെന്ന് ലക്ഷ്യം വയ്ക്കൂ. ഇതെൻ്റെ സമ്പൂർണതയുടെ വർഷമാണ്. എനിക്ക് എൻ്റെ പെർഫെക്ഷനിലെത്തണം. എല്ലാ കുറവുകളെയും നീക്കി നിറവിലേക്ക് എനിക്ക് വരാനുള്ള വർഷമാണിത്. എല്ലാ ഡിഫക്റ്റ് മാറ്റണം, എനിക്ക് പെർഫെക്റ്റ് ആക്കണം. സമ്പൂർണ്ണ ബർണാഹെന ബാബ പറയണ, എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പരിപൂർണതയിൽ എത്തണ്ടേ ഒരു നാൾ. ബാബ പറയണത് ഇപ്പോഴാകട്ടെ, ഇപ്പൊ തന്നെ ആ ലക്ഷ്യം വെക്കൂ. ബാബ പറയണേ, ഒരു സ്ലോഗൻ നിങ്ങൾ എല്ലാവരും പറയുകയും എഴുതുകയും ചെയ്യാറില്ലേ? ഏത് സ്ലോഗൻ? ആ സ്ലോഗനാണ് അവനെ സമ്പൂർണതയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ബാബ പറയുന്ന മുഖ്യ സ്ലോഗൻ. ഏതാണ്? സുഖ് ദോ ഓർ സുഖ് ലോ. ബാബ പറയണ, ഇത് നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് പരിപൂർണതയിലെത്താൻ പറ്റും. സുഖം കൊടുക്കുക, സുഖം മാത്രം എടുക്കുക. ദുഃഖ് ന ദോ, ദുഃഖ് നല്ലോ. ദുഃഖം എടുക്കുകയും ചെയ്യരുത്, ദുഃഖം കൊടുക്കുകയും ചെയ്യും. ദുഃഖം തരുന്നവർ തരും, സാഹചര്യങ്ങളും വ്യക്തിയും. പക്ഷേ ബാബ എന്താ പറഞ്ഞേ? സംഭവങ്ങളുമൊക്കെ ദുഃഖം തരുന്നവർ തരും, പക്ഷെ ഞാൻ ദുഃഖം എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നും എനിക്ക് എന്ത് സുഖം എടുക്കാൻ പറ്റും? എല്ലാറ്റിൽ നിന്നും സുഖം എടുക്കാനാണ് ബാബ പഠിപ്പിക്കുന്നത്. അതിനാണല്ലോ 3-ാം കണ്ണ് തന്നെ. ഈ 2 കണ്ണിലൂടെ നോക്കിയാൽ ദുഃഖം ദുഃഖമായിട്ടേ വരുള്ളൂ. ബാബ പറഞ്ഞ അതേപോലെ ദുഃഖം കൊടുക്കാതിരിക്കാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും? സുഖം കൊടുക്കണം, സുഖം എടുക്കണം. ബാബച്ചിക്ക് ഈ സ്ലോഗൻ പക്കാ ഹേ. ബാബച്ചിക്ക് ഈ ജീവിതം മുദ്രാവാക്യം നിങ്ങളെ ഉറപ്പിച്ചോ? ഇത് ഉറച്ചതാണോ ജീവിതത്തിൽ? ഞാൻ സുഖമേ കൊടുക്കൂ, സുഖമേ എടുക്കൂ. ഞാൻ ദുഃഖം കൊടുക്കുകയില്ല, ദുഃഖം എടുക്കില്ല. ബാബൻ ഈ ശ്രീമതം നമ്മുടെ ഉള്ളിൽ ആദ്യം ഉറക്കണം. റിസൾട്ട് എന്താ കണ്ടത് ബാബ? ദുഃഖം ന ദോ. ബാബ പറഞ്ഞ ദുഃഖം കൊടുക്കാതിരിക്കുക. ഇതിലെ മെജോറിറ്റി കുട്ടികൾക്കും ശ്രദ്ധയുണ്ട്. പകുതി സ്ലോഗൻ പാലിക്കുന്നുണ്ട് കുട്ടികൾ. കഴിയുന്നതും ബാബ പറയണ മെജോറിറ്റി കുട്ടികളും മറ്റുള്ളവർക്ക് താൻ കാരണം ദുഃഖം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദുഃഖം നൽകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ചിന്തിക്കുന്നുണ്ട്, ദേനാനഹ്യം, ഞാൻ കാരണം ആർക്കും ദുഃഖം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. ലേക്കിൻ പക്ഷേ ദുഃഖം കിട്ടുന്ന സാഹചര്യങ്ങളിൽ ബാബ പറയണേ, ലെനേക്കലേ കേത്തേ ഹേ. ദുഃഖം എടുക്കുമ്പോൾ ബാബയോട് എന്ത് പറയും? ബാബ അവരല്ലേ തന്ന, ഞാൻ എന്ത് ചെയ്യാന്? അവർ തന്നതുകൊണ്ടല്ലേ എനിക്ക് ദുഃഖം. അവർ തന്നതുകൊണ്ട് ഞാൻ എടുക്കാതെ എന്താ ചെയ്യുക? പിന്നെ ദുഃഖം തരുന്നവർ തരുമ്പോൾ എന്ത് ചെയ്യും? ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ദുഃഖമായി, ഇവരിങ്ങനെ ചെയ്തത് കാരണം എനിക്ക് ഇങ്ങനെയായി, ഇവരിങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ബാബ. ഇപ്രകാരം കുട്ടികൾ ജഡ്ജ്മെന്റ് നടത്താറുണ്ട് ബാബയുടെ അടുത്ത്. ബാബ പറഞ്ഞേ, കുട്ടികൾ ബാബയുടെ മുന്നിൽ ബാബ പറയണേ ഇപ്രകാരം ജഡ്ജി ആകാറുണ്ട്. അപ്നാ ഹി വക്കീൽ ബൻ ജാത്താ ഹെ. ബാബന് സ്വയം വക്കീലുമാകും, സ്വയം ജഡ്ജിയുമാകും. ബാബയുടെ അടുത്ത് വാദിക്കും. ബാബ അവർ ദുഃഖം തന്നതുകൊണ്ടല്ലേ ഞാൻ വിഷമിച്ചത്. ഇപ്രകാരം സ്വന്തം വക്കീലായി സ്വന്തം കേസ് സ്വയം വാദിക്കും.
ബാബ പറയണേ പകുതി സ്ലോഗൻ ശരി. പകുതി സ്ലോഗൻ ദുഃഖം കൊടുക്കരുതെന്നുള്ള സ്ലോഗൻ ബാബ പറയണ ആ ശ്രീമതം പാലിച്ചു. പകുതി ശ്രീമതം ഫിർ ബി ആദി സ്ലോഗൻ. ബാബനെ പോട്ടെ, എന്നാലും പകുതി ശ്രീമതെങ്കിലും പാലിക്കണ്ടല്ലോ. ബാബ പറയണ പകുതിയെങ്കിലും ശ്രദ്ധ വെക്കുന്നുണ്ടല്ലോ. ലേക്കിൻ ഓർ ജോ ആധ സ്ലോഗൻ ഹെ. പക്ഷേ ബാബ പറയണേ ഇനിയുള്ള പകുതി ഉണ്ടല്ലോ, സ്ലോഗന്റെ പകുതി ഭാഗം, ഉസ് പർ അറ്റൻഷൻ, അതിലുള്ള ശ്രദ്ധ, ദുഃഖം എടുക്കാതിരിക്കുക, അതിൽ കുട്ടികൾക്ക് നാമമാത്ര ശ്രദ്ധയുള്ളൂ. ഉസ്നെ ദിയാ ലേക്കിൻ ആപ്നെ ക്യൂം ലിയ. തന്നവര് തന്നു ദുഃഖം, പക്ഷെ താങ്കൾ എന്തിനെടുത്തു? കിസ്നെ കഹാപ്ലോ, താങ്കളോട് ആരാ പറഞ്ഞേ അവര് ദുഃഖം തന്നപ്പോ എടുക്കാൻ? ബാബാക്ക് ശ്രീമത് ഹേ. ബാബ ചോദിക്കണേ ഭഗവാന്റെ ശ്രീമതം എന്താണ്? ദുഃഖം എടുക്കൂ എന്നാണോ? അല്ല, ഭഗവാൻ ശ്രീമതം എന്താ തന്നത്? ദുഃഖം നല്ലോ, ദുഃഖം എടുക്കരുത്. ദുഃഖത്താൽ സഞ്ചി നിറച്ചോളൂ. ബാബ ഇങ്ങനെ ബാബ ഏതെങ്കിലും മുരളിയിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? എല്ലാവരും തരുന്ന ദുഃഖം എടുത്ത് താങ്കള് സഞ്ചി നിറയ്ക്കൂ. ബാബ ചിക്കൻ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ദുഃഖം എടുക്കരുത്, ദുഃഖം കൊടുക്കരുത്. എങ്കിലേ പുണ്യാത്മാവാകാൻ കഴിയൂ, തപസ്വിയാകാൻ കഴിയൂ. ഇതാണ് പരമാത്മ ശ്രീമതം. തപസ്വി അർത്ഥം പരിവർത്തനം. ആരാ തപസ്വി? സ്വന്തം ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നവരുടെ പേരാണ് തപസ്വി. ഉൻകി ദുഃഖ കോപി. അപ്പൊ ബാബ പറയണേ അവര് ദുഃഖം തന്നു, അപ്പൊ താങ്കൾ തപസ്വിയാണെങ്കിൽ എന്ത് ചെയ്യണം? താങ്കളെ തപസ്വി എന്നപ്പോഴേ പറയുള്ളൂ. അവര് ദുഃഖം തന്നപ്പോ താങ്കൾ ആ ദുഃഖത്തിലെയും സുഖത്തിന്റെ രൂപത്തിൽ പരിവർത്തനപ്പെടുത്തി സ്വീകരിക്കുക. അവര് തന്നത് ദുഃഖമാണ്, പക്ഷെ അതിനെ എങ്ങനെ സുഖത്തിന്റെ രൂപത്തിൽ പരിവർത്തനപ്പെടുത്തിയിട്ട് എടുക്കണം. അത് ചെയ്യുകയാണെങ്കിൽ താങ്കളെ പറയാം തപസ്വി. പരിവർത്തനപ്പെടുത്തിയാലേ തപസ്വി എന്ന് പറയും. ഉദാഹരണത്തിന് ഒരാള് താങ്കളെ, ബാബ പറയണേ, താങ്കളുടെ മുഖത്ത് നോക്കി ആക്ഷേപം പറഞ്ഞു, വളരെ മോശം പറഞ്ഞു. ബാബ പറയണേ ആക്ഷേപം ചൊരിയുമ്പോൾ താങ്കൾക്ക് അതിനെ പ്രശംസയായിട്ട് സ്വീകരിക്കാൻ കഴിയും. ചെറിയ കാര്യമാണ്. ബാബ പറയണേ അവര് ആക്ഷേപ വാക്കുകൾ മുഖത്ത് നോക്കി ചൊരിഞ്ഞപ്പോ ആ ഓരോ വാക്കുകളും താങ്കൾ പ്രശംസയായിട്ട് സ്വീകരിക്കും. തപ് കഹേങ്കെ പുണ്യാത്മാ. അപ്പൊ എന്ത് പറയാം? പുണ്യാത്മ. കാരണം എന്താണ്? ബാബ പറഞ്ഞിട്ടുണ്ട്, ആര് നിങ്ങളെ അനാവശ്യം, നിങ്ങളൊരു കർമ്മം ചെയ്യാതെ നിങ്ങളെ ആരും ഒന്നും പറയില്ല. അഥവാ അങ്ങനെ പറഞ്ഞാൽ പോലും ബാബ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എത്ര ആക്ഷേപം പറയണോ ആത്മാക്കൾക്ക് അത്രയും തങ്ങളുടെ പൂജ ചെയ്യേണ്ടി വരും, മഹിമകള് പാടേണ്ടി വരും. ബാബ പറയണ ഇപ്പൊ 4 വാക്ക് ആക്ഷേപ വാക്കുകൾ പറഞ്ഞാൽ അവർക്ക് 40 വാക്കുകൾ കീർത്തനം പാടേണ്ടി വരും. അതുകൊണ്ടാ പറയണ ബാബ, അവര് ഗ്ലാനി ചെയ്യുമ്പോൾ, നിന്ദിക്കുമ്പോൾ താങ്കൾ അതിനെ കീർത്തനമായിട്ട് സ്വീകരിച്ചോളൂ. അപ്പോഴേ താങ്കളെ പുണ്യാത്മാവെന്ന് പറയാൻ പറ്റും. ജഗദംബ മാനെ സദൈവ സബി ബച്ചോങ്കോ. മമ്മ ജഗദംബ മാതാവ് എല്ലാ മക്കൾക്കും ഈ പാഠം ഉറപ്പിച്ചു കൊടുത്തിരുന്നു. ഏത് പാഠം? ഗാലി ദേനെ വാലേ. കാരണം അമ്മ ബാബയുടെ കാലഘട്ടത്തിലായിരുന്നല്ലോ സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിന്ദയും ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും അപമാനങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. ചില്ലറയല്ലല്ലോ മമ്മ ബാബ ഫേസ് ചെയ്ത്. സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, ബാബ മമ്മ സ്വന്തം കയ്യിൽ വളർത്തിയെടുത്ത മക്കള് അല്ലേ ബാബയ്ക്കും അമ്മയ്ക്കും എതിരെ തിരിഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്ന് വളരെയധികം ഫേസ് ചെയ്തിട്ടുണ്ട്. ഗാലി ദേനെ വാലെ യാ ദുഃഖ് ദേനെ വാലി ആത്മാ കോ ഭി അപ്നെ. മമ്മ അതുകൊണ്ട് കുട്ടികളോട് പറയുമായിരുന്നു, ആര് നിങ്ങളെ ആക്ഷേപം പറയുന്നോ, ആര് നിങ്ങൾക്ക് ദുഃഖം തരുന്നോ, ആ ആത്മാവിനെ ദയാഹൃദയത്തോടെ കാണും. അവരെ പ്രതി താങ്കളുടെ ഇത് ദയാസ്വരൂപമായിരിക്കണം, ദയാദൃഷ്ടിയോടെ കാണും. എന്തുകൊണ്ട് ആക്ഷേപിക്കണേ?
ബാബ പറയില്ല ആരുടെ കയ്യിൽ എന്തുണ്ടോ അവർക്ക് അതേ തരാൻ പറ്റും. ശിവാനി ദീദി ക്ലാസ്സിൽ എപ്പോഴും പറയില്ലേ, ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കോളണം, അവരവരുടെ വ്യക്തിത്വമാണ് ആ പറച്ചിലൂടെ പ്രകടാക്കണം. ആരെക്കുറിച്ച് പറയണോ അവരെയാണ് പറയണതെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. ഒരു വ്യക്തി ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അവരവരുടെ വ്യക്തിത്വമാണ് പ്രകടാക്കണം. അതുകൊണ്ടാണ് മമ്മ പറയണേ. കാരണം എൻ്റെ മനോവൃത്തി എങ്ങനെയുള്ളതാണോ ഞാൻ ആ കണ്ണിലെ ആ ദർപ്പണത്തിലൂടെ നോക്കുകയുള്ളൂ, പറയുള്ളൂ, ചെയ്യുള്ളൂ. നല്ലത് കാണുന്ന ആത്മാവാണെങ്കിൽ അല്ലേ, എത്ര മോശമായ ഒരു ആത്മാവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാബ പറയില്ലേ നല്ലത് കാണാൻ കഴിയും. കാരണം 99 അവഗുണം ഉണ്ടെങ്കിലും ബാബ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരു ആത്മാവ് പോലും അങ്ങനെ ഈ സൃഷ്ടിയിലില്ല, ഒരു ഗുണമെങ്കിലും ഇല്ലാത്തത്. അതുകൊണ്ട് മമ്മ കുട്ടികളോട് പറയുമായിരുന്നു, നിന്ദിക്കുന്ന ആത്മാക്കള്, ദുഃഖം നൽകുന്ന ആത്മാക്കള്, അവരെ പ്രതി പോലും താങ്കൾ ദയാഹൃദയമുള്ളവരായി മാറും. ദയാദൃഷ്ടിയോടെ നോക്കൂ. അവർ താങ്കളെ നിന്ദിച്ച ദൃഷ്ടിയിൽ താങ്കൾ അവരെ കാണരുത്. അവര് താങ്കളെ നിന്ദിച്ച് ആ ഭാവത്തിൽ താങ്കൾ അവരെ നോക്കുക. എന്നെ എന്നാലും ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നോടിങ്ങനെ ചെയ്തില്ലേ, എന്നോടിങ്ങനെ മോശമായിട്ട് അല്ലെ പെരുമാറിയില്ലേ എന്ന ഭാവത്തിൽ താങ്കൾ നോക്കരുത്. ഓ കാലി ദേവേ, അവരെ ആക്ഷേപിച്ചോട്ടെ, ആ ഭുൽ ഛടാവും. അമ്മ എന്ത് പറയുമായിരുന്നു? ആ സമയത്ത് താങ്കൾ പൂക്കൾ വർഷിക്കും. അവർ മോശം പറയുമ്പോൾ അവരുടെ എത്ര നല്ലത് കാണാം, അവരുടെ എത്ര നല്ലത് താങ്കൾക്ക് പറയാം. അവർ താങ്കളുടെ 10 മോശം പറയുമ്പോൾ താങ്കൾക്ക് അവരുടെ എത്ര നല്ലത്, 2 നല്ലതെങ്കിലും കാണാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? ബാബ പറയണേ, അവരിങ്ങോട്ട് ആക്ഷേപം പറയുമ്പോൾ താങ്കൾ അവരുടെ നല്ലത് കാണൂ, നല്ലത് പറയൂ. തപ്പ് കഹെങ്കെ, അപ്പൊ പറയാൻ താങ്കളൊരു പുണ്യാത്മാവാണ്. അതുകൊണ്ട് മമ്മ പറയുമായിരുന്നു, ഗ്ലാനി വാലേക്കോ ദിൽ സേ ഗലേ ലഗാവോ. ഒരാൾ താങ്കളെ ഗ്ലാനി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ താങ്കൾ മനസ്സുകൊണ്ട് അവരെ ആലിംഗനം ചെയ്യും. എൻ്റെ അർത്ഥം എന്താ? അവരെ ആക്ഷേപം ചൊരിയുമ്പോഴും മനസ്സുകൊണ്ട് താങ്കൾ അവരെ സ്നേഹിക്കും. ബാഹർസേ, പുറമേ അല്ലേ, കൈകൊണ്ട് ആലിംഗനം ചെയ്യുന്ന കാര്യമല്ല. മമ്മ പറയുമായിരുന്നു, ഉള്ളുകൊണ്ട് അവരെ താങ്കൾ എപ്പോഴും സ്വീകരിക്കും, വെറുക്കരുത്. അവർ പറയുന്നത് പോലെ താങ്കൾ തിരിച്ച് ഗ്ലാനി ചെയ്യരുത്. മനസ്സേ കറു, ഉള്ളുകൊണ്ട് അവരോട് സ്നേഹമുള്ളവരായിരിക്കും. തോ പുണ്യക്കെ ഖാത്തേ, ഇങ്ങനെയാണ് പുണ്യം സമ്പാദിക്കാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് പുണ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കാൻ കഴിയുക. കാരണം അവർ നിന്ദിക്കുകയാണ്. അപ്പൊ താങ്കൾ അവരുടെ ആ സമയത്ത് താങ്കൾക്ക് അവരുടെ നല്ലത് കാണാൻ കഴിയുകയാണ്. നല്ലത് കാണാനും നല്ല ഫീലിങ്ങിൽ അല്ലേ, അവരെ കാണാനും കേൾക്കാനും അവരെക്കുറിച്ചും നല്ലത് പറയാൻ താങ്കൾക്ക് കഴിയുന്നുവെങ്കിൽ താങ്കളുടെ പുണ്യത്തിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. വിഘ്ന രൂപ യഹി ബാത് ബൻതി ഹെ. പുണ്യം ശേഖരിക്കുന്നതിന് ഇതാണ് വിഘ്നം ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. ആ സാഹചര്യത്തിൽ താങ്കൾക്ക് നല്ലത് കാണാൻ കഴിയണം. ഇല്ലെങ്കിൽ താങ്കളുടെ പുണ്യത്തിന്റെ ശേഖരണം ഉണ്ടാവില്ലല്ലോ. മുझे ദുഃഖ ലേന ഭീ നഹി. മമ്മ പറയുമായിരുന്നു, നിങ്ങൾ ഈ ലക്ഷ്യം വെക്കണം, ഏത് സാഹചര്യത്തിലും ഞാൻ ദുഃഖം കൊടുക്കില്ല. ദേന തോ ഹെ ഹി നഹി. കാരണം എനിക്കാർക്കും ദുഃഖം കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ ദുഃഖം കൊടുക്കുകയില്ല, ഞാൻ ദുഃഖം എടുക്കുകയുമില്ല. ജബ് അച്ഛി ചീസ് നഹി ഹെ തോ ഫിർ കിച്ചട ലേക്കർ. ദുഃഖം കൊടുക്കുന്നതും ദുഃഖം എടുക്കുന്നതും നല്ലതല്ല എന്ന് താങ്കൾക്കറിയാമെങ്കിൽ പിന്നെ കുപ്പ സാധനങ്ങൾ എന്തിനാ താങ്കളെ ശേഖരിക്കുന്നത്? കുപ്പ എന്തിനാ ശേഖരിക്കണേ? എവിടെ ദുഃഖം എടുത്തു? ദുഃഖം എടുക്കുമ്പോൾ താങ്കൾ മനസ്സിലാക്കിക്കോളൂ, താങ്കളുടെ ശേഖരണത്തിൽ കുപ്പ, മാലിന്യം കുമ്പാരമാക്കുകയാണ്. മാലിന്യ ശേഖരണമാണോ താങ്കളുടെ ജോലി? കുപ്പക്കുമ്പാരം ഉണ്ടാക്കണോ?
കുപ്പയിൽ നിന്ന് എന്താ പുറത്തേക്ക് വരിക? കുപ്പ കുമ്പാരം പോലെ താങ്കൾ ദുഃഖം എടുത്ത് ദുഃഖം കൊടുത്തു. ഇത് രണ്ടും ഉണ്ടാക്കുന്ന കുപ്പ കുമ്പാരത്തിൽ നിന്ന് ബാബജിക്കിന് എന്താ കുപ്പയിൽ നിന്ന് പുറത്തേക്ക് വരിക? പാപമാകുന്ന അണുക്കൾ. കുപ്പയിൽ നിന്ന് എന്താ പുറത്തേക്ക് വരിക? പാപത്തിന്റെ അണുക്കൾ. അഭി, ഇപ്പൊ നിങ്ങൾ വലിയ പാപമൊന്നും ചെയ്യില്ല. പക്ഷേ ഇപ്പോ പാപത്തിന്റെ അംശങ്ങളുണ്ട്. പാപത്തിന്റെ അംശം പോലും പാടില്ല. ചില കുട്ടികൾ വളരെ മധുരമായി വലിയ മധുരമായ കാര്യങ്ങൾ ബാബയോട് പറയാറുണ്ട്. ബാബയോട് സംസാരിക്കുമ്പോൾ എന്താ സംസാരിക്കണമെന്നറിയൂ? ഏക സ്ലോഗൻ തോ സബീ കോ പക്കാ ഹോ ഗയ. ബാബ പറയുന്ന കുട്ടികൾക്ക് ഒരു സ്ലോഗൻ വളരെയധികം ഉറച്ചു കഴിഞ്ഞു. ഏത് സ്ലോഗൻ? ചാഹത്തെ തോ നഹീൻ ഥേ ബാബ ലേക്കിൻ ഹോ ഗയ. ബാബന് നിങ്ങൾക്ക് ഉറച്ച സ്ലോഗൻ ഏതാണ്? ആഗ്രഹം ഉണ്ടായിരുന്നില്ല ബാബ, പക്ഷേ പറഞ്ഞു പോയി, ചെയ്തു പോയി. ഈ സ്ലോഗനാണ് ഇപ്പൊ നിങ്ങൾക്ക് ഉറച്ചിരിക്കണം. ജബ് ആപ് നഹീ ചാഹത്തെ, ബാബ പറയും നിങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നേ പിന്നെ ആരാ ആഗ്രഹിച്ചത്? ചെയ്തുവെങ്കിൽ ബാബ പറയണേ ആരാ ചെയ്യുന്നത്? താങ്കളല്ലേ ചെയ്യണേ. അപ്പൊ താങ്കൾ ചെയ്തു അർത്ഥം, പിന്നെ ചെയ്തിട്ട് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ചെയ്തു, പറഞ്ഞു, ആരാ ചെയ്യുന്നേ? വേറെ ഏതെങ്കിലും ആത്മാവല്ലല്ലോ വന്ന് ചെയ്യണേ. താങ്കൾ ആത്മാവ് തന്നെയല്ലേ ചെയ്യണേ താങ്കളുടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ. പുന നഹിൻ ചെയ്യേ ലേക്കിൻ, സംഭവിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, പക്ഷെ ചെയ്തു. ഇതാരാ പറയുന്നത്? വേറെ ആത്മാവാണോ ഈ ശരീരത്തിലിരുന്ന് പറയണേ? താങ്കൾ തന്നെയല്ലേ പറയണേ. തോ തപസ്യ ഇൻ ബാത്തോം കെ കാരൺ, അതിനാലാണ് തപസ്യയുടെ സിദ്ധി ലഭിക്കാത്തത്. താങ്കൾ തപം ചെയ്യുന്നുണ്ട്, സാധന ചെയ്യുന്നുണ്ട്, പക്ഷെ സാധനയിലൂടെ ഉണ്ടാകേണ്ട സിദ്ധി കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ്. ജോ ഹോന നഹീൻ ചെയ്യേ, എന്ത് സംഭവിക്കാൻ പാടില്ലയോ, എന്ത് ചെയ്യാൻ പാടില്ലയോ, ആഗ്രഹിക്കുന്നില്ലയോ അത് ചെയ്യുക. അപ്പം എന്താകും? അത് പാപത്തിന്റെ ശേഖരണമാണ്. അത് പുണ്യ ആത്മാവിന്റെ അടയാളമല്ലല്ലോ. ബാപ് ദാദാക്കെ പാസ് റോസ് ബച്ചോങ്കി അനേക ഐസി കഹാനിയാം ആത്തെ. ഇങ്ങനെയുള്ള ധാരാളം സ്റ്റോറി കുട്ടികളുടെ ബാബയുടെ അരികിൽ എത്തുന്നുണ്ട്. ബാബ പറയുന്ന ബാബയുടെ സ്റ്റോറി ഇരുന്ന് കുട്ടികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയും. ബാബ അറിഞ്ഞോ എന്താ സംഭവിച്ചതെന്ന്, എങ്ങനെയാ അവര്, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു, ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ബാബ പറഞ്ഞ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സ്റ്റോറിയൊക്കെ കേൾപ്പിക്കുക ബാബയുടെ അടുത്ത്. ബാബ പറഞ്ഞ ചില കുട്ടികളുണ്ട് നീണ്ട കഥയാ പറയാ, അത് കുട്ടികൾക്ക് ഹോബിയായി മാറി. ചിലർ ചെറിയ സ്റ്റോറി പറയും, ചെറുകഥ, ചിലരുടേത് വലിയ കഥയാ. ബാബ പറയണ കഥ കുറെ പറയണ്ട് നിങ്ങൾ എന്നോട്. ബാബ പറയണേ ഇന്ന് ബാബ നിങ്ങൾക്ക് ലാസ്റ്റ് മുങ്ങലിനുള്ള അവസരം തന്നിരിക്കുക. ബാബയാകുന്ന സാഗരത്തില് അവസാന മുങ്ങാങ്കുഴിയിട്ട് ബാബ പറയണേ ഏതിൽ നിന്നൊക്കെ മുക്തമാകണമോ ബാബന് ഇത് ലാസ്റ്റ് ചാൻസാണ് വിചാരിച്ചോളൂ. ഭക്തി മാർഗത്തിലും ബാബ പറയണേ തീർത്ഥക്കുളങ്ങളിൽ പോയി മുങ്ങാറുണ്ടല്ലോ പാപമുക്തമാകാൻ. ഏതെങ്കിലും സങ്കല്പം എടുക്കാറുണ്ട് തീർത്ഥക്കുളത്തിൽ മുങ്ങിയിട്ട്, ഇന്നത് സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് മുങ്ങുക. ബാബ പറയണേ, ബാബ കുട്ടികളോടും പറയണം ഈ തപസ്യ വർഷത്തിൽ സങ്കല്പമെടുക്കൂ. സാരാ ദിൻ സങ്കല്പ് ദ്വാര, ബോൽ ദ്വാര, കർമ്മ ദ്വാര. ബാബ പറയണേ നിങ്ങളും ബാബയാകുന്ന സാഗരത്തിൽ മുങ്ങിക്കൊണ്ട് ഒറ്റ സങ്കല്പം എടുക്കും. ഏതാ സങ്കല്പം? എൻ്റെ വാക്കിലൂടെയും സങ്കല്പത്തിലൂടെയും കർമ്മത്തിലൂടെയും പുണ്യമേ ചെയ്യും. പുണ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കുന്ന പുണ്യാത്മാവായിരിക്കും ഞാൻ. പുണ്യത്തിൻ്റെ പ്രത്യക്ഷ ഫലമാണ്, പ്രത്യക്ഷ ഫലം ഓരോ ആത്മാവിൻ്റെയും ആശീർവാദം. ഓരോ സങ്കല്പത്തിലും പുണ്യാത്മാവ് പുണ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം.
വാക്കുകളിലൂടെയും ആശീർവാദം ശേഖരിക്കണം. സംബന്ധ സമ്പർക്കങ്ങളിലൂടെ ഉള്ളുകൊണ്ട് സഹയോഗത്തിൻ്റെ നന്ദി പുറപ്പെടണം. ആരുമായിട്ടൊക്കെ ഇടപഴകുന്നു, എല്ലാവരിൽ നിന്നും നന്ദി, ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. സഹയോഗം കൊടുത്തതിന് ഹൃദയത്തിൽ നിന്ന് നന്ദിയുടെ ശേഖരണം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇതിനെയാണ് എന്ത് പറയുക? തപസ്യ. ഇതാണ് തപസ്. ഓരോ സങ്കല്പത്തിലൂടെയും പുണ്യം ശേഖരിക്കുക, ഓരോ വാക്കിലൂടെയും പുണ്യം ശേഖരിക്കുക, ആശീർവാദം ശേഖരിക്കുക. ഓരോ സംബന്ധ സമ്പർക്കത്തിലൂടെയും സഹയോഗം നൽകി ആശീർവാദം നേടുക, നന്ദിയുടെ ശേഖരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് തപസ്യ. ഐസി തപസ്യ. ഇങ്ങനെയുള്ള തപസ്യ വർഷമായി ആചരിക്കൂ പറയണം ബാബ. ഈ തപസ്യയാണ് പരിവർത്തനത്തിന് ആധാരം. ഇതാണ് വ്യക്തിപരമായി ഉണ്ടാക്കേണ്ട പരിവർത്തനം. ഈ റിസൾട്ടിന് ബാബ സമ്മാനം തരും. കഹാനി നഹി സുനാന. ബാബന് പിന്നെ കഥയൊന്നും പറയരുത് എന്നോട്. ബാബാ അങ്ങനെയായി, അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തു. ബാബ പറയണിങ്ങനെ കഥ പറയരുത്. ഇനി ജെസ്സെ പെഹ്ല നമ്പർ ബാബ പറയണ ലക്ഷ്യം എന്ത് വെക്കണം? ബാബയോട് ചെറുകഥയും വലിയ കഥയും ഒന്നും വേണ്ട. പകരം എനിക്ക് ബാബയിൽ നിന്ന് നമ്പർ 1 എന്ന പ്രൈസ് പ്രാപ്തമാക്കാം. എല്ലാ സേവാധാരികളും പ്രൈസ് നേടണം. മധുബൻ നിവാസികളുണ്ട്, സേവാധാരികളുണ്ട്. അല്ല, മധുബൻ നിന്നുള്ള അല്ല, നിമിത്ത സേവാധാരികളുടെ അല്ല, ഗൃഹസ്ഥികളുടെ അടുത്തേക്ക്, ഈശ്വരീയ വിദ്യാർത്ഥികളുടെ അടുത്ത് വരെ എത്തണം. ആ സബ് നമ്പറാകെ താങ്കളെല്ലാവരും മുന്നിലുള്ള നമ്പർ നേടണം. ബാബയുടെ ആഗ്രഹം അതാണ്. നോക്കട്ടെ ബാബ, നിങ്ങളിൽ ആരുടെയൊക്കെ പേര് പ്രൈസ് ലിസ്റ്റിൽ വരും, സമ്മാനത്തിൻ്റെ ലിസ്റ്റിൽ ആരുടെയൊക്കെ പേര് വരുമെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ സേവാധാരി കുട്ടികളുടെ വരുമോ? മധുബൻ നിവാസികളുടെ പേര് വരുമോ? ഈശ്വരീയ വിദ്യാർത്ഥികളുടെ പേര് വരുമോ? ഡബിൾ വിദേശി തീവ്ര പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാപ്ദാദയുടെ അടുത്ത് ഇഷ്ടം പോലെ സമ്മാനമുണ്ട്. ആർക്ക് വേണമോ നേടാം. സമ്മാനത്തിൻ്റെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ബാബ പറഞ്ഞ സമ്മാനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭണ്ഡാരമാണ് എൻ്റേത്. എല്ലാവരും ബാബയോടൊപ്പം ഉത്സവം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. ആഘോഷവേളയിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ആർക്കും. ബാബ വന്ന സമയത്ത് മധുബനിൽ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോഴും മധുബനിൽ മഴയുണ്ട്. പ്രകൃതിക്കും താങ്കളോട് വളരെയധികം സ്നേഹമാണ്. പരിഭ്രമമൊന്നും മക്കൾക്കില്ലല്ലോ. ബ്രഹ്മഭോജനം നല്ലത് കിട്ടുന്നുണ്ടല്ലോ. 63 ജന്മം ഉന്തും തള്ളും കൊണ്ട് കഷ്ടപ്പെട്ടവരല്ലേ. ഇപ്പൊ ബാബ വീട്ടിൽ വരുമ്പോൾ എത്ര സുഖമായിട്ടായിരിക്കണേ. ഇങ്ങനെ സുഖമായിട്ടിരുന്ന എവിടെയെങ്കിലും ഭഗവാന്റെ മഹാവാക്യം നമുക്ക് ഭക്തിയിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. ഇരിക്കാനേ ഇല്ലല്ലോ സ്ഥലം. അമ്പലത്തിൽ പോയാലും എന്ത് ചെയ്യണം? 2 മണിക്കൂറായാലും 3 മണിക്കൂറാണെങ്കിലും ദർശനത്തിന് നിൽക്കാനേ പറ്റുള്ളൂ അല്ലേ. ബാബ പറഞ്ഞത്ര സുഖമായിട്ട് ഇരിക്കുക താങ്കള്. ഇരിക്കാനുള്ള 3 അടി മണ്ണ് ഉണ്ടല്ലോ. എത്ര വലിയ വലിയ ഹാളുകളാണ് ബാബ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഹാളുകളുടെ ശോഭ എപ്പോഴാണ്? ബാബന് മക്കൾ വന്ന് നിറഞ്ഞാലേ ഹാളിന് ശോഭയില്ല. ബാബ പറയണ ബാബ ഉണ്ടാക്കിയ ഹാളുകൾ സഫലമാക്കണം. ഈശ്വരീയ സേവയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഹാളുകളാണല്ല. അതുകൊണ്ട് ബാബയുടെ മക്കള് ബാബയുടെ വീട്ടിലെത്തിയാലേ ബാബയുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ബാബയുടെ വീടുകളെല്ലാം സഫലമാക്കണം. ബാബയുടെ മക്കളെല്ലാം സെൻറ്ററുകളിൽ പോകണുണ്ടാവുമല്ലോ. ബാബ കാണുന്നുണ്ടാവും ഓൺലൈനിൻ്റെ സുഖത്തിൽ വീട്ടിലിരിക്കുകയാണോ. ബാബ പറയണ ബാബയുടെ പേരിൽ ഉണ്ടാക്കിയ ഹാളുകൾ, ബാബ വീടുകൾ സഫലമാകണമെങ്കിൽ ബാബ പറയണ നിങ്ങൾ മക്കൾ ഈ ഹാളുകളിൽ വന്നിരിക്കുമ്പോഴാണ് ഈ ഹാള് സഫലമാകുന്നത്. കിസി കോ ഭി ബാബ പറയണ നോക്കൂ, ബാബയുടെ വീട്ടിൽ
ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. എത്ര സുഖം നിങ്ങൾക്ക്. വന്നിരിക്കുമ്പോൾ എല്ലാം റെഡിമെയ്ഡ് അല്ലേ കിട്ടണേ. ബാബ പറയണേ ഇങ്ങനെ ഒരു ആഘോഷം ഭക്തിയിൽ ബാബ പറഞ്ഞ എവിടെ പോയാൽ നിങ്ങൾക്ക് ഈ സൗകര്യം കിട്ടും. വരുമ്പോഴേക്ക് അല്ല ഇരിക്കാനുള്ള ചെയറ്, ലൈറ്റിന് ലൈറ്റ്, ഫാനിന് ഫാന്, ബാബന് ബോഗിന് ബോഗ്. എന്തപ്പോൾ കുറവ്? എന്ത് കുറവാ ബാബ വെച്ചിരിക്കണം? ഇത്രയും വൃത്തിയായിട്ടുള്ളൊരു സ്ഥലം ലോകത്തെവിടെ കിട്ടിയിരിക്കാൻ? പല സ്ഥലത്തും തീർത്ഥാടനത്തിന് പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും അല്ലെ, ആൾക്കാർ പല സ്ഥലത്തും മൂക്ക് പൊത്തിയിട്ടാ പോണം. അയ്യോ അവിടെ അഴുക്ക്, ഇവിടെ അഴുക്ക്. അതേസമയം ബാബയുടെ വീട് മധുബനാണെങ്കിൽ പോലും നോക്കൂ, ആയിരങ്ങൾ സംഗമിക്കുന്ന തീർത്ഥസ്ഥാനാണ്. എന്നാലും മധുബന്റെ ചുറ്റുപാടിൽ എന്തെങ്കിലും ഒരു കുപ്പ പേപ്പറെങ്കിലും കാണാൻ നമുക്ക് കിട്ടും. ബാബജിക്ക് നിങ്ങൾക്ക് എത്ര സൗകര്യ ബാബ ഒരുക്കിയിരിക്കണം. ഇതെല്ലാം പ്രഭു പ്രസാദാണല്ലോ. ബാബ ഈ സിസ്റ്റം യജ്ഞം ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ, വ്യവസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ, മധുബൻ വ്യവസ്ഥിതി അങ്ങനെ ബാബ ഉണ്ടാക്കിയത് കൊണ്ടാണ് സേവാ കേന്ദ്രങ്ങളിലും അങ്ങനെ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കപ്പെട്ടത്. ബാബ പറയണ നിങ്ങൾക്ക് നോക്കൂ എന്താ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ബാബ പറയണേ ഇങ്ങനെ ഒരു ആഘോഷം ഭഗവാന്റെ കൂടെ ആവശ്യിക്ക് നിങ്ങൾക്ക് ലോകത്ത് എവിടെ കിട്ടും? രചന കെ സാത്ത് സാധൻ ബി സാഥി ആത്തെ ഹെ. ബാബ പറയണ നിങ്ങൾക്ക് ജന്മം തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സാമഗ്രികളും കൂടി ബാബ ഒപ്പം അറേഞ്ച് ചെയ്തു. എല്ലാ സൗകര്യം. സർവ ബാലക് സോ മാലിക് ശ്രേഷ്ഠാത്മാവും കോ. ബാലകരും യജമാനന്മാരുമായ എല്ലാ ശ്രേഷ്ഠ ആത്മാക്കൾക്കും സദാ ഹർ കദമേം പുണ്യ കാ ഖാത ജമാ കർനെ വാലെ, ഓരോ ചുവടിലും പുണ്യത്തിന്റെ ശേഖരണം ഉണ്ടാക്കുന്ന പുണ്യാത്മാക്കൾക്ക്, സദാ ഹൃദയ സിംഹാസനധാരികളായ വിശ്വ സിംഹാസനധാരികളായ വിശേഷാത്മാക്കൾക്ക്, സദാ സുഖം നൽകുന്ന സുഖമെടുക്കുന്ന മാസ്റ്റർ സുഖസാഗരമായ മക്കൾക്ക്, സദാ സന്തോഷത്തിലിരിക്കുന്ന സന്തോഷം നൽകുന്ന മാസ്റ്റർ ദാതാവായ മക്കൾക്ക് ബാപ് ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. ബാപ് ദാദയ്ക്കും സ്നേഹസ്മരണകളും നമസ്കാരം. ദാദിമാര് ബാബയുടെ മുന്നിലുണ്ടായിരുന്നു. ബാബ കാണുന്നുണ്ട് മഹാരഥികളായ കുട്ടികളുടെ ഹൃദയത്തിൽ നിന്ന് സർവരെയും ശക്തിശാലിയാക്കാനുള്ള സേവനത്തിൻ്റെ നല്ല സങ്കല്പങ്ങളാണ്. അതുകൊണ്ട് മഹാരഥികൾക്ക് സർവരുടെയും ഹൃദയത്തിൽ നിന്ന് നന്ദി ലഭിച്ചുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ ശേഖരണം വർദ്ധിപ്പിക്കും. വലിയ ശേഖരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാപ് ദാദ മഹാവീരന്മാരായ മക്കളുടെ ധൈര്യം, ഉണർവ്, ഉത്സാഹം കണ്ട് കോടി മടങ്ങിൽ കൂടുതൽ ബാബ സന്തോഷിക്കുന്നു. ഹിമ്മത്ത് റഖി ഹെ. ബാബ പറയുന്ന കുട്ടികള് ധൈര്യത്തിന്റെ ചൂട് വെച്ചിട്ടുണ്ട്. കൂട്ടായ്മയിൽ സദാ സ്നേഹത്തിന്റെ ചരടിൽ കോർക്കപ്പെട്ടവരായി ബാബ പറയുന്നേ സഫലത നേടണം. കൂട്ടായ്മ സ്ട്രോങ് അല്ലേ? ബാബ പറയുന്ന ചെറിയ മാലയുമുണ്ട്, വലിയ മാലയുമുണ്ട്. മാലയും വളയും ബാബ പറയണേ ഇതെല്ലാം പൂജിക്കപ്പെടുന്നുണ്ട്. വളരെ നല്ല തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഡി മാല കെ ദാനെ തയ്യാർ ഹേ ലേക്കിൻ ദാനെ സെ ദാന. ബാബ പറഞ്ഞ വലിയ മാല തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ മുത്ത് ഒന്നിനോടൊപ്പം അടുത്തത് ചേരണമല്ലോ, എന്നാലല്ലേ മാല റെഡിയാക്കാൻ പറ്റുള്ളൂ. ചെറിയ മാല തയ്യാറായിട്ടുണ്ട്. ഇസി മാല കെ കാരണം ഹി സഫലത സഹജ ഹേ. ബാബ പറയുന്നേ ഈ മാല കാരണം സഹജമായി സഫലത കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സഫലത സദാ മാല കെ മൺകോം കെ ഗലെ മേ പിരോയി ഹുയി ഹേ. ബാബ പറയണേ മാലയിലെ മുത്തായി, കഴുത്തിൽ ഇടുന്ന മാലയിൽ മുത്തായി കോർക്കപ്പെടണം. അപ്പോഴേ സഫലം എന്ന് പറയാൻ പറ്റും. വിജയത്തിന്റെ തിലകവും കിട്ടണം. വിജയത്തിന്റെ തിലകവും വിജയമാലയിൽ മുത്തുമായി കോർക്കപ്പെടണം. ബാപ്ദാദയ്ക്ക് സന്തോഷമാണ്. താങ്കൾ കുട്ടികളാണല്ലോ നിമിത്തമാകുന്നത്.
ബാബ ചെയ്യിപ്പിക്കുന്ന ആളാ, കുട്ടികൾ ചെയ്യുന്നവരാണ്. ബാബ പറയുന്ന ചെയ്യുന്നതിന് നിമിത്തമായ മക്കളെ കാണുമ്പോൾ ബാബയ്ക്ക് വളരെ സന്തോഷമാണ്. ബാബ തോ ബാക്ക് ബോൺ ഹേ, കാരണം ബാബ ചെയ്യിപ്പിക്കുന്ന നട്ടല്ലാണ്, ചെയ്യുന്നത് മക്കളാണ്. इसलिए बहुत अच्छी प्रीत की रीत भी निभाई और पालना की रीति भी अच्छी निभाई है. ബാബ പറയുന്ന വളരെ നല്ല ബാബയോടുള്ള സ്നേഹമാണ് കുട്ടികൾ നിറവേറ്റുന്നത്. സ്നേഹം നിറവേറ്റുന്നത് പാലന, എന്ത് പാലന ഭഗവാനിൽ നിന്നെടുത്തോ അതിൻ്റെ റിട്ടേൺ ബാബ പറയണ ബാബ കാണുന്നുണ്ട്.